പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എപ്പോഴും പറയുന്ന പോലെ വചനം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുക. വചനം ദൈവത്തിൻ്റെ ശക്തിയാണ്, സംരക്ഷണം, പരിപാലനയാണ്. വചനം കരുതിക്കോളും നമ്മളെ. ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. എപ്പോഴും സന്തോഷമായിരിക്കുക. ദൈവ സാന്നിധ്യത്തിലുണ്ടെന്നുള്ളൊരു ബോധ്യം എപ്പോഴും വേണം. അപ്പോൾ ബോധ്യം ദൈവം ആരാണ് എന്നുള്ളൊരു ബോധ്യമാണ് നമുക്ക് വേണ്ടിയത്. ആ ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ വേറെ വിചാരമൊന്നുമില്ല, സങ്കടങ്ങളൊന്നുമില്ല. അതെല്ലാം ഇറക്കി വയ്ക്കുക ഇവിടെ. ഞാൻ കുറച്ച് സമയം എടുക്കുകയുള്ളൂ, ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ഇത് വേറെ ഒരു വിചാരവും സങ്കടമോ നമ്മളെ നിയോഗത്തിനെക്കുറിച്ച് വിചാരമൊന്നും വേണ്ട. നമ്മൾ ദൈവ സാന്നിധ്യത്തിലുണ്ടെങ്കിൽ തന്നെ, ആ ബോധ്യത്തിലുണ്ടെങ്കിൽ തന്നെ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരും. ദൈവത്തിനറിയാം. നീ ചോദിക്കുന്നതിന് മുമ്പേ മത്തായി 6:8 പറയുന്നത്, നിൻ്റെ ആവശ്യങ്ങൾ, നിൻ്റെ മനസ്സ് ദൈവത്തിന് അറിയാം. നീ ചെയ്യേണ്ടി ഇത്രയേ ഉള്ളൂ. ബോധ്യത്തോടെ ഞാൻ ദൈവ സാന്നിധ്യത്തിലാണെന്നുള്ളൊരു ബോധ്യവും വിശ്വാസവും ത്തിലുണ്ടാകണം. അപ്പോൾ അതെങ്ങനെയാണ് എപ്പോഴും അതെങ്ങനെയാണ് സാന്നിധ്യത്തിൽ ഉള്ളപ്പോൾ വിശ്വാസത്തോടെ ഇരിക്കാമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനെക്കുറിച്ചും ഓർക്കാതെ നന്ദി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവം എന്നെ തൊട്ടിട്ടുണ്ട്, ദൈവം എന്നെ അറിയുന്നുണ്ട്. എനിക്ക് കുറേ കൗൺസിലിംഗ് കോൾസ് വരാറുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു കൊച്ചിനെ വിളിച്ചുകൊണ്ട്, സാധാരണ ഞാൻ അറ്റൻഡ് ചെയ്യുന്ന 8:30 മണി തൊട്ട് 9:30 മണി വരെയാണ് കാലത്തെ. അത് കഴിഞ്ഞാൽ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യാറില്ല. പക്ഷെ ഇത് ഇടയ്ക്കൊരു സമയത്ത് വലിയ തിടുക്കത്തോടെ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞ് ഈ സമയമില്ല, വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ് എന്നെ കാലത്തെ 8:30 തൊട്ട് 9:30 വിളിക്കുമെന്ന് പറഞ്ഞു. ഇല്ലില്ല, എനിക്ക് ബ്രദറെ ഒരു കാര്യം മാത്രം, ഒരു കാര്യം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഹോസ്പിറ്റൽ കാര്യമാണെന്ന്. ഹോസ്പിറ്റൽ കാര്യമാണോ? ഇല്ല, എനിക്ക് ഒറ്റ കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ വയ്ക്കാൻ പോയപ്പോഴത്തേക്കും എനിക്ക് ബ്രദറെ ദൈവമായിട്ട് എങ്ങനെയാണ് അടുക്കുന്നത്. അപ്പോൾ ഇത് ഇടയ്ക്ക് വിളിച്ചിട്ട് ഇങ്ങോട്ട് ചോദിക്കുക, ദൈവമായിട്ട് അടുക്കണമെന്ന്. അപ്പോൾ അത് ചോദിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് പറയാൻ സാധിച്ചില്ല. ദൈവത്തിൻ്റെ സ്വന്തം എങ്ങനെയാകുക? അപ്പോൾ ഞാൻ ഒറ്റ വാക്കി പറഞ്ഞ്, ദൈവത്തിൻ്റെ സ്വന്തമാണെന്നുണ്ടെങ്കിൽ നീ നിനക്ക് സ്വന്തമാകാതിരിക്കുക, നീ നിന്നെ തന്നെ ദൈവത്തിലേക്ക് കൊടുക്കുക. അപ്പോൾ നീ ദൈവത്തിൻ്റെ സ്വന്തമാണ്. പിന്നെ നിൻ്റെ അധികാരം നിൻ്റെ മുകളിൽ പാടില്ല. പക്ഷെ അത് പറയാൻ എളുപ്പമാണെങ്കിലും അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ കൊണ്ടുവരാൻ സാധിക്കും. ഞാൻ അതിനെക്കുറിച്ച് ചെറുതായിട്ട് നമുക്ക് ധ്യാനിക്കാം. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ അടുത്താണ്, ദൈവത്തിൻ്റെ സ്വന്തമാണ്. ദൈവത്തിൻ്റെ സ്വന്തം ആയതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്വന്തം അമ്മയെ നമുക്ക് തന്നത്. ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് കുരിശിൽ വെച്ച് ഈശോ നമുക്ക് തന്നതും നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചതും. പക്ഷേ നമുക്കിത് തോന്നാൻ കാര്യം നമുക്ക് ആ ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണ്. ദൈവം എൻ്റെ സ്വന്തമാണ് എന്നുള്ളൊരു ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണ്. യഥാർത്ഥ ബോധ്യമാണ് ദൈവം എൻ്റെ സ്വന്തമാണെന്നുള്ളൊരു ബോധ്യം തന്നെയാണ് ആരാധന. ദൈവം എന്നെ സ്നേഹിക്കുന്ന ദൈവം ആരാണെന്നുള്ളൊരു ബോധ്യമാണ് ദൈവത്തെ ആരാധിക്കുക. ബോധ്യമില്ലായ്മയാണ് നമുക്ക് ഈ പല സങ്കടങ്ങളും വിഷമം ഇതെല്ലാം വരാൻ കാര്യം.
പിശാചിൻ്റെ പ്രവൃത്തിയുത. ഒരു പരിധിവരെ പിശാച് അതിലെല്ലാം വിജയിച്ചിരിക്കുക. പിശാച് നമ്മളെ മനസ്സിൽ അന്ന് നമ്മൾ ആദി മാതാപിതാവിനെയും ഹവ്വായും ആദത്തിനെയും പിശാച് ഇത് തന്നെയാണ് ധരിപ്പിച്ചത്. ദൈവം യഥാർത്ഥത്തിൽ നിന്നെ സ്നേഹിക്കുന്നില്ല, ദൈവം നിനക്ക് പൂർണ്ണതയുള്ള ഒന്നും തന്നിട്ടില്ല, ദൈവം നുണ പറയുകയാണ്, നീ ദൈവത്തെ പോലെ വളരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടായി ദൈവം ഒരു കൽപ്പന നിനക്ക് തന്നിരിക്കുന്നത്. അതുതന്നെയാണ് ഇന്നും പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും. നമുക്ക് ഈ സങ്കടത്തിൻ്റെ കാര്യം നമുക്ക് പലപ്പോഴും തോന്നും, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്, പിന്നെ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ ഉയർച്ചയ്ക്ക് ഞാൻ തന്നെ ജോലിയെടുത്താലേ പറ്റൂ, ഞാൻ തന്നെ പ്രവർത്തിക്കണം. പല സമയത്ത് അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥന വിട്ടുപോകുന്നത്. എന്നെ സഹായിക്കാൻ വേറെ ആരെങ്കിലുമൊക്കെ വേണം. അത് പലപ്പോഴും സാത്താൻ അതിൽ വിജയിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമുക്കെല്ലാം വേണ്ടിയത് ബോധ്യം തന്നെയാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഏത് സാഹചര്യത്തിലും ദൈവം എന്നെ സ്നേഹിക്കുകയാണ്. അതിൻ്റെ അടയാളമാണ് കുരിശിൽ ഈശോ കിടക്കുന്നത്. എപ്പോഴും കുരിശിനെ ധ്യാനിക്കണം. എൻ്റെ വിശ്വാസം കുറയുമ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്ക് വേണ്ടിയിട്ടില്ല, എനിക്ക് വേണ്ടിയിട്ടാണ് ഈശോ കുരിശിൽ മരിച്ചത്. അത്രയും കരുതലാണ് ദൈവത്തിന് എന്നോട്, അത്രയ്ക്ക് സ്നേഹമാണ്. പലപ്പോഴും നമുക്ക് പറ്റുന്നത് നമ്മൾ ദൈവത്തെ മനസ്സിലാക്കാറില്ല. ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ രീതി പലപ്പോഴും മനസ്സിലാക്കാറില്ല. അത് ബൈബിൾ വായിക്കുമ്പോൾ അത് വചനം വായിക്കുമ്പോൾ അതെല്ലാം മനസ്സിലാവും. ദൈവത്തിൻ്റെ മനസ്സാണ് നമ്മൾ വചനത്തിൽ ഗ്രഹിക്കേണ്ടത്. വചനം മൊത്തം ദൈവത്തിൻ്റെ മനസ്സാണ്. ദൈവത്തിൻ്റെ വാക്കുകളെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മനസ്സാണ് വാക്കായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ മനസ്സെന്താണെന്ന് നമ്മൾ എപ്പോഴും അത് പഠിക്കണം. ഇത് നമുക്കെല്ലാം സംഭവിക്കുന്നത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അത് താമസിച്ചു കഴിഞ്ഞാൽ, താമസം ആയിക്കഴിഞ്ഞാൽ നമ്മളെ വിശ്വാസം പോവും, സംശയങ്ങൾ വരും. അപ്പോൾ അത് ആരാധനയ്ക്ക് എതിരാണ്, ബോധ്യം പോവും. ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവത്തിന് എന്നോട് കരുതലുണ്ട്, എന്നോട് സ്നേഹമുണ്ട്, ഈ പ്രശ്നം ദൈവം കൈകാര്യം ചെയ്തോളും, ദൈവത്തിനറിയാം, ഇതെല്ലാം എൻ്റെ നന്മയ്ക്കാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമാണ്, അത് ദൈവം അറിഞ്ഞുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. എൻ്റെ പ്രശ്നങ്ങളെല്ലാം, അതിന് പരിഹാരമില്ല, ദൈവത്തിൻ്റെ കയ്യിലാണ്, ദൈവത്തെക്കൊണ്ട് സാധിക്കും. ഈ പ്രശ്നം പരിഹരിക്കാൻ ദൈവത്തെക്കൊണ്ട് സാധിക്കും, ഇതെല്ലാം എൻ്റെ നന്മയ്ക്കാണ്, ഇതാണ് ബോധ്യം. പക്ഷേ ഇതെല്ലാം നഷ്ടപ്പെടും താമസിക്കുമ്പോൾ. നമ്മൾ പ്രാർത്ഥിച്ച് സമയതാമസം എടുക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം ബോധ്യങ്ങൾ നഷ്ടപ്പെടും, വിശ്വാസം പോവും. അതുമാത്രമല്ല, അതിനെതിരെ നമ്മൾ എന്ത് വിഷയത്തിന് പ്രാർത്ഥിക്കുന്നോ പ്രതികൂല സാഹചര്യങ്ങൾ സംഭവിക്കും, പ്രതികൂലമായിട്ട് ചിലപ്പോൾ സംഭവിക്കും. നമ്മൾ ചിലപ്പോൾ തലവേദനയാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, തലവേദന മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ പറയും തലയ്ക്കകത്ത് ട്യൂമറാണ്, ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അപ്പോൾ പിന്നെ വിശ്വാസം പോയി. അത് സൗഖ്യപ്പെടാൻ മാത്രമല്ല, പ്രതികൂലമായിട്ട് സംഭവിക്കും. നമ്മൾ വീടിൻ്റെ കടബാധ്യത മാറാൻ വേണ്ടി പ്രാർത്ഥിക്കും, ഇരിക്കുന്ന ജോലിയും പോവും ചില സമയത്ത്. ഭർത്താവ് ചിലപ്പോൾ രാത്രി മാത്രം മദ്യപിക്കും,
അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ജോലിയും വിട്ടിട്ട് പകലും ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. കടം വാങ്ങിച്ച് മദ്യപിക്കാൻ തുടങ്ങും. ജോലിയും വിട്ടിട്ട് കാലത്തോട്ടേ ഇരുന്ന് മദ്യപിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച കാര്യം നടന്നുമില്ല. അതുമാത്രമല്ലാതെ പ്രതികൂലമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാം നമ്മളുടെ ശക്തിയിൽ വിശ്വസിക്കാൻ തുടങ്ങും. നമ്മൾ വിചാരിക്കും ഈ പ്രാർത്ഥനയൊക്കെ നിർത്തിയിട്ട് നമ്മൾ തന്നെ പ്രവർത്തിക്കണം. കൂടുതൽ വഷളാവും, വിശ്വാസം വിട്ടുപോകും, സാത്താൻ വിജയിക്കും, പിശാച് അവൻ്റെ പ്രവൃത്തിയിൽ വിജയിക്കുകയും ചെയ്യും. ഇത് ബൈബിളിൽ എടുത്തു കഴിഞ്ഞാൽ മാർക്കോസ് 5:35 സിനഗോഗ് അധികാരി സൈറസിൻ്റെ മകൾക്ക് സുഖമില്ലായിരിക്കും, മരിക്കാൻ കിടക്കുക. അപ്പോൾ ഈശോനെ വന്ന് വിളിക്കും. ഈശോ കൂടെ പോവും. ഈശോ കൂടെ നടന്നു പോകുമ്പോഴത്തേക്ക് വഴിയിൽ കുറേ സൗഖ്യങ്ങളൊക്കെ അടക്കം താമസിപ്പിക്കും. ഈശോ അവിടെ രക്തശാപക്കാരി പെണ്ണിൻ്റെ സൗഖ്യം കൊടുക്കും. ഇയാൾക്കൊന്നാമത് ധൃതിയാണ്, മരിക്കാൻ കിടക്കുക. അപ്പം പെട്ടെന്ന് പോകണം. പക്ഷേ ഈശോ വഴിയിലെ ആൾക്കാരൊക്കെ കണ്ട് അവിടെ സൗഖ്യമൊക്കെ കൊടുത്ത് അവിടെ സംസാരിച്ച് പ്രതീക്ഷിച്ച സമയത്ത് അവിടെ എത്താൻ പറ്റില്ല. അപ്പോഴത്തേക്കും മകൾ അവിടെ മരിക്കും. ഒന്നാമത് താമസമായി, പ്രതികൂല സാഹചര്യവും സംഭവിച്ചു, മകൾ അവിടെ മരിക്കുകയും ചെയ്യും. അപ്പോൾ ആൾക്കാർ വിവരം പറയാൻ വരും. വന്നിട്ട് പറയും, ഇനി വന്നിട്ട് കാര്യമൊന്നുമില്ല, ഈശോനെ വിട്ടുകളാം, ഇവിടെ വെച്ച് വിട്, അങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് വിട്ടിട്ട് നീ വാ. ഇത് തന്നെയാണ് നമ്മളെ ജീവിതത്തിൽ സംഭവിക്കണം. താമസിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈശോനെ വിടും, പ്രാർത്ഥന വിടും, എന്നിട്ട് നമ്മളെ ജോലി നോക്കി നമ്മൾ പോകും. പ്രതികൂല സാഹചര്യം നമ്മളെ ജീവിതത്തിലേക്ക് വരുമ്പോൾ. പക്ഷേ ഈശോ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും, നീ വിശ്വസിച്ചാൽ മതി. സൈറസിനോടും ഈശോ ആ വാക്ക് തന്നെയാണ് പറയുന്നത്. ആൾക്കാർ പറയണതോ സാഹചര്യങ്ങൾ പറയുന്നതോ നീ കാണണ്ട, നീ വിശ്വസിച്ചാൽ മാത്രം മതി. എന്നിട്ട് ഈശോ കൂടെ വരും. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? ഇയാൾ വിട്ടു പോകില്ല. സൈറസ് ഈശോയുടെ കൂടെ പിന്നെയും നടക്കും. പ്രതികൂല സാഹചര്യമായാലും താമസമായാലും കൂടെ നടക്കും. നമ്മൾ പഠിക്കേണ്ടത് അതാണ്, ദൈവത്തെ പഠിക്കേണ്ടത് അതാണ്. നമ്മളുടെ ജീവിതത്തിൽ എന്ത് പ്രതികൂല സാഹചര്യമുണ്ടായാലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിച്ചാലും നമ്മൾ കൂടെ നടക്കണം. കൂടെ നടന്നു കഴിയുമ്പോൾ അവിടെ മരിച്ച മോള് ഉയർപ്പിക്കുക ചെയ്യപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് താമസം, നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്തോരം താമസിക്കുന്നോ, ചില കാര്യങ്ങൾക്ക് നമ്മൾ വിഷമിച്ച് പ്രതികൂല സാഹചര്യത്തിലും നമ്മൾ ദൈവത്തെ വിടാതെ നമ്മൾ പിടിച്ചു വയ്ക്കുമ്പോൾ ഉള്ള ഗുണമെന്താ എന്ന് വെച്ചാൽ നമുക്ക് അനുഭവം കൂടുതലായിരിക്കും. ഈശോ സമയത്ത് വന്നേച്ചെങ്കിൽ ചിലപ്പോൾ പനി മാത്രം മാറും. ഒരു 103 ഡിഗ്രി ടെമ്പറേച്ചർ ചിലപ്പോൾ നോർമലിലേക്ക് വരും, അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഇവിടെ ഒരിക്കലും ആരും ചെയ്യാൻ പറ്റാത്ത, പറഞ്ഞാലും വിശ്വസിക്കാത്ത കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ നടക്കും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തെ വിടാതെ പിടിച്ചു നിൽക്കണം. ഒരു കാലത്തും ദൈവത്തെ വിട്ടു പോകരുത്. അതുതന്നെയാണ് യഥാർത്ഥ ആരാധന. ദൈവത്തെ മഹത്വപ്പെടുത്തും. ഞാൻ ഏത് സാഹചര്യത്തിലും ദൈവത്തെ വിട്ടു പോകില്ല. അത് യഥാർത്ഥ ആരാധനയാണ്. അത് യോബിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 10-ാം തിരുവചനം നോക്കിക്കഴിഞ്ഞാലും ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമാണ്, ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൂടെ ദൈവത്തിൻ്റെ സ്വന്തം ആകണമെന്ന് ആഗ്രഹിക്കുന്നവർ, ദൈവത്തിൻ്റെ വിളിയുണ്ട്, എല്ലാം എൻ്റെ സ്വന്തം മക്കളാണ്, എല്ലാവരും എൻ്റെ അടുത്ത് വരിക. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ടത് യോബ് ചെയ്തത് എന്താ? എല്ലാ പ്രതികൂല സാഹചര്യത്തിലും എല്ലാ സഹനത്തിലും ദൈവത്തിനെതിരെ ഒരു വാക്ക് പോലും യോബ് പറഞ്ഞില്ല. അതായിരുന്നു അയാളുടെ അംഗീകാരം. ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ സ്വന്തമാണ്,
ഈ മകൻ എൻ്റെ സ്വന്തമാണെന്ന് പിശാചിനോട് ദൈവം പറയുന്നത് അതുകൊണ്ടാണ്. ദൈവം അതെല്ലാം ശ്രദ്ധിക്കും. എല്ലാ സാഹചര്യത്തിലും, എല്ലാ സഹനത്തിലും, എല്ലാ വേദനയിലും ദൈവത്തിനെതിരെ ഒരു വാക്കുപോലും പറയരുത്. 1 പത്രോസ് 2:19 അതുതന്നെയാണ് പറയണത്. ദൈവം നിന്നെ അംഗീകരിക്കണമെങ്കിൽ, നിന്നെ അനുഗ്രഹിക്കണമെങ്കിൽ നീ ദൈവത്തിൻ്റെ കൂടെ നിൽക്കണം. നിനക്കെതിരെ എന്ത് അന്യായം സംഭവിച്ചാലും, അന്യായം സംഭവിക്കുക നമുക്കെതിരെ, നമ്മളെല്ലാം ചോദ്യം ചോദിക്കും, ദൈവത്തിനെതിരെ കുറ്റം പറയും. ഞാൻ നിൻ്റെ പുറകെ നടന്നിട്ട് എനിക്കെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ എല്ലാം 1 പത്രോസ് 2:19 പരിശുദ്ധാത്മാവ് പറയുന്നതാണ്. നിൻ്റെ ജീവിതത്തിൽ എന്ത് അന്യായം സംഭവിച്ചാലും, ന്യായം പടി നോക്കിക്കഴിഞ്ഞാൽ അത് സംഭവിക്കാനേ പാടില്ല. പക്ഷെ അത് സംഭവിച്ചു കഴിഞ്ഞാലും ആരോട് പറഞ്ഞാലും നീ വിട്ടിട്ട് പോടി, എന്തിനാ ഇയാളോട് ജീവിക്കുന്നത്? നിന്നോടിങ്ങനെ തെറ്റ് ചെയ്താൽ നീ അവർക്കെതിരെ പ്രതികരിച്ചാൽ മതി, നീ തിരിച്ചു പറ. ഇതൊക്കെ പറയും ആൾക്കാർ, ന്യായപ്പടി അതൊക്കെയാണ് പറയേണ്ടത്. പക്ഷേ നിനക്ക് അന്യായം സംഭവിക്കുമ്പോഴും നീ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ നിനക്ക് അംഗീകാരമാണ്. അത് ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് ദൈവം നോക്കുന്നത്. ഇത്രയും 1 കോടി ജനങ്ങൾ അവിടെ ഉണ്ടെങ്കിലും അതിലെൻ്റെ സ്വന്തം, എൻ്റെ മക്കൾ എന്ന് ദൈവം നോക്കുന്നത് ഇതൊക്കെയാണ്. ബാക്കിയെല്ലാം ദൈവം നോക്കിക്കോളും. നമ്മെല്ലാം ഇത് പിശാചിൻ്റെ പിടിയിൽ വീഴരുത്. പിശാച് ഇതാ ധരിപ്പിക്കുന്നത്. ഞാൻ ഇത് പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ 2003 ഞാൻ കൃപാസനത്തിൽ വരുന്നത്. 2003 വരെ എൻ്റെ കച്ചവടം ടോപ്പായിരുന്നു. എൻ്റെ ബിസിനസ് നല്ല ബിസിനസ്സായിരുന്നു. അമ്മ മാതാവ് തന്നതാണ്. 1999 തൊട്ട് 2003 വരെ എൻ്റെ നല്ല ബിസിനസ്സായിരുന്നു. അമ്മ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ വന്ന് കൊന്തയൊല്ലാൻ ഇവിടെ അച്ഛൻ പഠിപ്പിച്ചു തന്ന്, പ്രാർത്ഥന പഠിപ്പിച്ച്, കൗൺസിലിങ് തുടങ്ങിച്ച അച്ഛൻ ദൈവമായിട്ട് എടുക്കാൻ തുടങ്ങിയപ്പോൾ, കൂടുതൽ എടുക്കാൻ തുടങ്ങിയപ്പോൾ 2004 തൊട്ട് എൻ്റെ ബിസിനസ് 0 ആയിപ്പോയി, സ്റ്റോപ്പായിപ്പോയി. ഇവിടെ ഞാനും പ്രാർത്ഥിക്കും, അച്ഛനും പ്രാർത്ഥിക്കും. ബിസിനസ്സിൽ നിന്ന്, കച്ചവടം നിന്ന്, ഞാൻ ഗവൺമെൻറ് സപ്ലയറാണ്, സിവിൽ സപ്ലൈസിൽ ചെയ്തതാണ്. 2008 ആയപ്പോഴത്തേക്കും ബിസിനസ് നിന്നാൽ മാത്രമല്ല, എനിക്കെതിരെ കുറേ കേസുകൾ, 10-18 കേസ്, CBI കേസ് വരാൻ, പ്രതികൂല സാഹചര്യങ്ങൾ എല്ലാം വന്നു. ആലോചിച്ചു. അപ്പോൾ പ്രതികൂല സാഹചര്യം പ്രാർത്ഥിച്ചിട്ട് സംഭവിക്കുന്നൊന്നുമില്ല. ഒരു കച്ചവടം തുടങ്ങാൻ പറ്റില്ല. അതിൻ്റെ ഒരു പ്രാർത്ഥനയില്ലാത്തവരൊക്കെ അവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക. ഗവൺമെൻറ് കച്ചവടം. എന്നെ അവർ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയിരിക്കുക. കേസായി, അകത്ത് കയറാൻ പറ്റില്ല. എന്നിട്ടും ഞാൻ വിട്ടില്ല. അത് മാതാവിൻ്റെ കൃപയാണ്, മാതാവിൻ്റെ അനുഗ്രഹമാണ്. ഇവിടെ നിന്ന് വിട്ടുപോയില്ല. അച്ഛൻ എന്നെ പഠിപ്പിച്ച് 2015 എന്ന് വെച്ചാൽ ഏകദേശം 10-11 കൊല്ലം ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കും. നടക്കേ മാത്രമല്ല, പ്രതികൂല സാഹചര്യങ്ങളും, കേസുകൾ, വിജിലൻസ്, ഇൻകം ടാക്സ്, CBI, അതിൻ്റെ അങ്ങേയറ്റം വരെ കേസുകളാണ്. പക്ഷെ 10-11 കൊല്ലം കഴിഞ്ഞപ്പോൾ അവിടെ അന്ന് തന്നെ നടന്നേച്ചെങ്കിൽ ദൈവം ചിലപ്പോൾ ചെറിയൊരു ബിസിനസ്സും തന്ന് ഒതുക്കി വിടുമായിരുന്നു. ഈ 11 കൊല്ലത്തിൽ ദൈവ ജോലിക്ക് വേണ്ടി വളർത്തി വിളിച്ചെന്നെ. അതുമാത്രമല്ല, ഈ പ്രാർത്ഥന അവിടെ ഡെപ്പോസിറ്റായിട്ട് കിടക്കുകയല്ലേ, ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. നമ്മൾ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ തന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ദൈവത്തിന് നല്ല ചെവിയാണ്. ദൈവം കേൾക്കാതൊന്നും ഇരിക്കില്ല. ദൈവം അതെടുത്ത് നിനക്ക് വലിയ അടയാളങ്ങൾ തന്നെ അത് ഡെപ്പോസിറ്റാക്കി വയ്ക്കും, അവിടെ വെച്ചിരിക്കും. അവിടെ ഇനിയും വരട്ടെ, ഇനിയും പോരട്ടെ എന്ന് പറയും പ്രാർത്ഥന. കൂടെ നിൽക്കുവാന്ന്. എന്നിട്ട് 2015 ആയപ്പോഴത്തേക്കും ഞാനൊരു 150 കച്ചവടക്കാരിൽ ഒരാളായിരുന്നു. ഒരു മൂലയ്ക്ക് ഒരു കച്ചവടം ചെയ്യുമായിരുന്നു പണ്ട് 2003 വരെ. അതിൽ ഏറ്റവും ഫസ്റ്റായിട്ട് എന്നെ ഉയർത്തി 2015 ആയപ്പോഴത്തേക്കും. ഇന്നും നമ്പർ 1 ആയിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കണം കച്ചവടം എല്ലാത്തിലും. അതാ ദൈവം. ഒരാൾക്കും കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
എനിക്ക് പോലും അതിശയമാണ്. എനിക്ക് അരി എന്താണെന്ന് അറിയില്ല, പക്ഷേ അരിയിൽ ഇന്ന് ഏറ്റവും നല്ല കച്ചവടക്കാരനായനായി. ഇന്നും എനിക്കറിയില്ല ഏത് ജയാരിയാണ് ഏത് കുറുവയാണെന്ന് ശരിക്കും നോക്കിയാൽ അറിയാൻ പറ്റില്ല എനിക്ക്. പക്ഷേ കച്ചവടം ചെയ്യേണ്ട. അപ്പോൾ അത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഈ 11 കൊല്ലം ദൈവത്തിൻ്റെ കൂടെ നിന്നുപോയി. ഏത് കാര്യത്തിലാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതാ ദൈവം പറയണം. ദൈവം അനുഗ്രഹിക്കും. നിനക്ക് നിൻ്റെ ജീവിതത്തിൽ അന്യായങ്ങൾ സംഭവിച്ചാലും നീ എൻ്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ അംഗീകാരം ഉണ്ടാകും. 1 പത്രോസ് 2:19 അതാ പറയണത്. യോബും അംഗീകരിക്കപ്പെട്ടത് അങ്ങനെയാണ്. അവർക്ക് എല്ലാ സഹനവും ദൈവമേ എന്ന് പറഞ്ഞ് പുറകെ നടന്നതാണ്. പക്ഷെ സഹനം മാത്രം വന്ന് ഒരു സഹനത്തിലും ദൈവത്തെ കുറ്റം പറഞ്ഞില്ല. അതുതന്നെയാണ് ഈശോ പറഞ്ഞത്. അത് അമ്മ മാതാവ് ഇത് തന്നെയാണ്. അമ്മ മാതാവ് ഇതാണ്. സ്വന്തം മകനെ വെച്ചുകൊണ്ട് അവർ സഹനം മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതാ നിൻ്റെ ദാസി, ലൂക്ക 1:38, നീ വിചാരിക്കുന്ന നീ പറയുന്നത് സംഭവിക്കട്ടെ എൻ്റെ ജീവിതത്തിൽ. അമ്മയ്ക്കറിയാം എൻ്റെ മകൻ വിചാരിച്ചാലും എൻ്റെ ദൈവം വിചാരിച്ചാലും എന്ത് വിചാരിക്കുക, എൻ്റെ നന്മയ്ക്ക് മാത്രമേ വിചാരിക്കൂ. ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ പോട്ടെ, അതിൽ അവൻ നന്മ കരുതി വെച്ചിട്ടുണ്ട്, മഹത്വം കരുതി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈശോ മാർക്കോസ് 8:34 പറയുന്നത് ഇതാണ്. എന്നെ അനുഗമിക്കണമെങ്കിൽ, എൻ്റെ സ്വന്തം ആകണമെന്നുണ്ടെങ്കിൽ നീ നിന്നെ നിഷേധിച്ചിട്ട് കുരിശെടുത്തുകൊണ്ട് വരിക, എൻ്റെ പുറകിൽ വരിക. പ്രൈസ് ദി ലോർഡ്. നിഷേധിച്ചിട്ട് കുരിശെടുക്കുക എന്ന് വെച്ചാൽ സഹനം, നിന്നെ തന്നെ നിഷേധിക്കുക. അപ്പോൾ ഇതിൽ നമുക്കെല്ലാം സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ അന്യായങ്ങൾ സംഭവിക്കുമ്പോഴും സഹനം വരുമ്പോഴും ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ സാധിക്കാത്തത് നമുക്ക് നമ്മളെ നിഷേധിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. നമ്മൾ കുരിശൊക്കെ എടുക്കും, പക്ഷേ പിരിവെറുക്കും, കുറ്റം പറയും, ഇടയ്ക്ക് വെച്ചിട്ടിട്ട് പോവും, പ്രാർത്ഥനയോടും കരച്ചിലായി ബഹളമായി. അതിൻ്റെ കാരണം നിന്നെ നിഷേധിക്കാൻ പറ്റാത്തതാണ്. മാർക്കോസ് 8:34 പ്രത്യേകിച്ച് പറയേണ്ടത് ഈശോ അതാണ് പറയുന്നത്. നിന്നെ നിഷേധിച്ചിട്ടാണ് നീ കുരിശെടുക്കേണ്ടത്. നമുക്ക് കുരിശെടുക്കാൻ അത് എത്തിക്കാൻ സാധിക്കാത്തത് നിഷേധിക്കാൻ സാധിച്ചിട്ടില്ല നിന്നെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എങ്ങനെയാണ് നിന്നെ നിഷേധിക്കേണ്ടത്? നിഷേധിക്കേണ്ടത് അറിയാമോ? എങ്ങനെയാണ് നിഷേധിക്കാൻ സാധിക്കുക? നമ്മൾ നിഷേധിക്കാൻ തടസ്സം നിൽക്കുന്നത് എന്താണ്? നിന്നെ അത് പിശാച് വെച്ചിരിക്കുന്ന ഒരു കണിയാണ്, ഒരു വല വിരിച്ച് വെച്ചിരിക്കുക പിശാച്. നമുക്ക് എളിമപ്പെടാൻ സാധിക്കാത്തതാണ്. നിഷേധിക്കാൻ പറ്റാത്തത്. നിഷേധിക്കണമെങ്കിൽ നീ എളിമപ്പെടണം. അപ്പോൾ എളിമപ്പെടാതിരിക്കാൻ പിശാച് അവിടെ ഒരു വിഷം വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല. അവിടെ ഒരു വല വിരിച്ചു വെച്ചിട്ടുണ്ട്. എളിമപ്പെടാത്ത കാര്യം എന്താ? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോൾ അവിടെ നമ്മൾ അറിയാതെയോ അറിഞ്ഞോ അഹങ്കാരം അതിൻ്റെ അകത്ത് വരും. അപ്പോൾ എളിമയുണ്ടാകില്ല. എളിമയില്ലെങ്കിൽ നിന്നെ നിഷേധിക്കാൻ സാധിക്കില്ല. ഇന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് റോമ 2:1 പറയണം, നീ ആരെയും വിധിക്കരുതെന്ന് ദൈവം പ്രത്യേകം പറഞ്ഞിരിക്കണം. നീ വിധിക്കപ്പെടും. നീ വിധിച്ചു കഴിയുമ്പോൾ, നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താ? ഭാര്യ ഭർത്താവിനെ കുറ്റം പറയുമ്പോഴോ, വേറെ ആളെ ഭർത്താവ് ഭാര്യയെ കുറ്റം പറയുമ്പോഴോ നമ്മളുടെ അകത്ത് അറിഞ്ഞോ അറിയാതെയോ കിടക്കുകയാണ്, ഈ പ്രവൃത്തിയിൽ ഞാൻ മെച്ചമാണ്, അയാളെക്കാളും ഞാൻ മെച്ചമാണ്. അവിടെ തുലനം ചെയ്ത് നോക്കിയാണ്. തുലനം ചെയ്ത് നോക്കിയിട്ടാണ് കുറ്റം പറയുന്നത്. അത് ശ്രദ്ധിക്കണം. തുലനം ചെയ്തിട്ട് ഇയാളെക്കാൾ ഞാൻ മെച്ചമാണെന്ന് പറയുമ്പോഴത്തേക്കും നീ വലുതായി. അവിടെ ദൈവത്തെ ആരാധിക്കാൻ സാധിക്കില്ല. ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ സാധിക്കില്ല. അവിടെ അഹങ്കാരം വന്ന് അവൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞാൽ
നീ അപ്പോൾ ആ തെറ്റ് ചെയ്യില്ലെന്ന് എവിടെയോ നിൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഞാനാണെങ്കിൽ ചെയ്യില്ല, അത് അഹങ്കാരമാണ്. നീ ഇപ്പം ആ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് നീ ചെയ്യാതിരിക്കുന്നത്. നിൻ്റെ കഴിവ് കൊണ്ട് ഒരു നല്ല പ്രവൃത്തി നമുക്ക് സാധിക്കില്ല. നമ്മളിൽ ഏതെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്, അത് സൗജന്യ ദാനമാണത്. അത് അഹങ്കരിക്കും, ഞാനത് ചെയ്തിട്ടില്ല. അവൾ കണ്ട ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞ് പ്രവർത്തിച്ച് കൂട്ടുകാർ തമ്മിൽ ഒരു പെണ്ണെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ അങ്ങനെയില്ല, ഞാനാണെങ്കിൽ ചെയ്യില്ല, എന്നിൽ നന്മയുണ്ട്. അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അത് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് അത് പറഞ്ഞ് പോയി. അവിടെ നീ നിന്നെ നിഷേധിച്ചിട്ടില്ല. നിഷേധിക്കാതെ പിന്നെ നിനക്ക് എന്ത് സഹനം ഉണ്ടെങ്കിൽ അത് സഹനമായിട്ടിരിക്കും, അത് കൃപയായിട്ട് മാറില്ല. കുരിശെടുക്കാൻ ഈശോ പറയണം, നിന്നെ നിഷേധിച്ചിട്ട് നീ കുരിശെടുക്കുമ്പോഴാണ് അത് കൃപയായിട്ട് മാറണ. ആ കൃപയാണ് നീ എൻ്റെ സ്വന്തമാകുന്ന. പ്രൈസ് ദി ലോർഡ്. നിനക്ക് അനുഭവം കിട്ടുക, ആ കൃപ വഴിയാണ് നിനക്ക് അനുഭവം കിട്ടുന്നത്, ബോധ്യം കിട്ടുന്നത് ദൈവം എൻ്റെ സ്വന്തമാണെന്ന്. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വിഷമിച്ച് പെരുവിരുത്ത് ജീവിതം മൊത്തം ഇങ്ങനെ കറഞ്ഞുകൊണ്ട് നമ്മളെ ജീവിതം അവസാനിപ്പിക്കും. അപ്പോൾ ഇത് താരതമ്യം പെടുത്തി നോക്കും, തുലനം ചെയ്ത് നോക്കും. തുലനം ചെയ്യേണ്ടത് ഇത് ബൈബിളിൽ ഇത് ഉണ്ട്. ബൈബിളിൽ ലൂക്ക 18-ാം അധ്യായം 11-14 പരിസയരും ചുങ്കക്കാരനും തമ്മിലുള്ള പ്രാർത്ഥനയെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട്. അതിൽ അംഗീകരിക്കപ്പെട്ടത് ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയാണ്. ചുങ്കക്കാരനാണ് ദൈവത്തിൻ്റെ സ്വന്തമായത്, പരിസയർ സ്വന്തമായില്ല. കാര്യം എന്താണ്? പരിസയർ അവൻ്റെ പ്രവൃത്തിയെ തുലനം ചെയ്ത് നോക്കിയത് ചുങ്കക്കാരനെ വെച്ചിട്ടാണ്. ഞാൻ ഉപവസിക്കും, പ്രാർത്ഥിക്കും, എൻ്റെ സമ്പാദ്യത്തിൽ 10-1 ഞാൻ പാവങ്ങൾക്ക് കൊടുക്കും, ഇവൻ ചെയ്യില്ല. ആര്? ചുങ്കക്കാരൻ ഇതൊന്നും ചെയ്യില്ല. എന്നുവെച്ചാൽ അവൻ തന്നെ ഉയർത്തി. അവിടെ ഉയർത്തിയപ്പോഴത്തേക്കും അവനെ നിഷേധിച്ചില്ല. നമുക്കെല്ലാം ഉള്ള പ്രശ്നം, നമ്മൾ ആരെങ്കിലുമൊക്കെ അടുത്തുള്ളവരൊക്കെ തുലനം ചെയ്ത് നോക്കും, അവനേക്കാൾ ഞാൻ മെച്ചമാണ്, ഇവനേക്കാളും മെച്ചമാണ്. പക്ഷേ ചുങ്കക്കാരൻ തുലനം ചെയ്ത് നോക്കിയത് ആരെയാണ്? ഈശോനെ തന്നെയാണ് തുലനം ചെയ്ത് നോക്കിയത്. ദൈവമേ, നിന്നെ തുലനം ചെയ്ത എനിക്ക് യോഗ്യതയില്ല നിൻ്റെ മുമ്പിൽ നിൽക്കാൻ, എനിക്ക് നിൻ്റെ മുമ്പിൽ നിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ എളിമപ്പെടണമെങ്കിൽ നീ നിന്നെ തന്നെ ദൈവത്തെ തുലനം ചെയ്ത് നോക്കണം, ഈശോനെ തുലനം ചെയ്ത് നോക്കുക. അപ്പോൾ നീ നീതീകരിക്കപ്പെടും, നീ അംഗീകരിക്കപ്പെടും, ദൈവത്തിൻ്റെ സ്വന്തമാകും. ദൈവത്തിൻ്റെ സ്വന്തമാകാൻ ഇങ്ങനെയൊക്കെ പറ്റൂ. ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കണം. ഒന്നും നിൻ്റെ സ്വന്തമല്ല, എല്ലാത്തിലും ചെയ്യേണ്ടത് ഏത് സാഹചര്യത്തിലും ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ പഠിക്കണം, അത് ശ്രദ്ധിക്കണം. ഏത് പ്രതികൂല സാഹചര്യം വന്നാലും വിട്ടുപോകരുത്. താമസിച്ചു കഴിഞ്ഞാൽ അതിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. വലിയ കാര്യങ്ങൾ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ അനുഭവം പറഞ്ഞില്ലേ, 11 കൊല്ലം ഞാൻ കാത്തിരുന്നു, ദൈവത്തിൻ്റെ കൂടെ നിന്ന് ദൈവം പ്രവർത്തിച്ച്. ആ 11 കൊല്ലത്തിലാണ് ദൈവം വളർത്തിയത്. എന്തോ ഒരു അനുഭവമാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് ആ പ്രാർത്ഥന, കച്ചവടത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും വെറുതെ പോയില്ല, അതും തന്ന ദൈവം. പക്ഷെ ദൈവത്തിൻ്റെ കൂടെ നിൽക്കണം, അത് അഹങ്കരിക്കാതെ നമ്മൾ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ അഹങ്കാരം എന്നത് നമ്മൾ കുറ്റം പറയുമ്പോഴാണ്. എപ്പോൾ നീ കുറ്റം പറഞ്ഞാലും നീ നോക്കേണ്ടത്, നീ തുലനം ചെയ്യേണ്ടത് ദൈവത്തിനോടാണ്. ദൈവം ഈ പ്രശ്നത്തെ എങ്ങനെ കാണും? നിന്നോട് ആരെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നീ കുറ്റം പറയണതിന് മുമ്പ് നീ തുലനം ചെയ്യേണ്ടത്, ദൈവമേ, ഈശോയെ, നീയാണെങ്കിൽ എന്ത് പറയും? നിന്നെ കുരിശിൽ കിടത്തിയിട്ടും കുരിശിൽ നിന്നെ ഇട്ടിട്ടും നീ പറഞ്ഞ വാക്കെന്താണ്? പിതാവേ, അവരോട് ക്ഷമിക്കണേ, അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല, അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഭാര്യ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല, അവളോട് ക്ഷമിക്കണേ, അവൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. എൻ്റെ ഭർത്താവ് ചെയ്യുന്നത് എന്താണെന്ന് അവൻ അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണേ, എൻ്റെ മക്കളോട് ക്ഷമിക്കണേ.
അവൻ അറിവില്ലായ്മ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ നിന്നിൽ സമർപ്പിക്കാം, നിൻ്റെ മകനാണ് അവിടെ, നിൻ്റെ മകളാണ് അവിടെ. ഈശോ വീണ്ടും സ്നേഹിക്കും. ഈശോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതാണ് തുലനം ചെയ്യേണ്ടത്. അവരെന്ത് പറഞ്ഞെന്നുള്ളതില്ല ഓർത്തോർത്ത് ധ്യാനിക്കേണ്ടത്. നമുക്കെല്ലാം ഉള്ള പ്രശ്നം ഓർത്തോർത്ത് ധ്യാനിക്കും. അവരെന്ത് പറഞ്ഞ്, അവരെന്നോട് എന്ത് തെറ്റ് ചെയ്ത്, ഈശോ എന്നോട് എന്ത് പറഞ്ഞ്, അതാണ് ഓർത്ത് ധ്യാനിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ളത്, നിന്നെ തന്നെ നീ നിഷേധിക്കേണ്ടത് ഒരു പ്രാക്ടീസ് എന്താണെന്ന് വെച്ചാൽ അത് നീ പരിശീലിക്കേണ്ടത് ഫിലിപ്പിയർ 2:4 3 തൊട്ട് 4 വരെ. മറ്റുള്ളവരെ നിന്നേക്കാളും മെച്ചമുള്ളവരായിട്ട് കാണണം നീ. പ്രൈസ് ദി ലോർഡ്. അത് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് കുറ്റം പറയാൻ തോന്നില്ല. അവരെന്നെക്കാളും മെച്ചമാണ്, ഞാൻ അവരെക്കാളും ഈ സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായ അതിനേക്കാളും മോശമായിട്ട് ഞാൻ പ്രവർത്തിക്കും. അതെപ്പോഴും ചിന്തിക്കണം. ഒരിക്കലും ഞാനാണെങ്കിൽ ചെയ്യില്ല, അധാരണ പാടില്ല. പിന്നെ മറ്റുള്ളവരുടെ താല്പര്യത്തിന് പ്രാധാന്യം കൊടുക്കുക, ഇത് ചെയ്യില്ല. ഇതാണ് ഭാര്യ ഭർത്താവ് തമ്മിൽ പ്രശ്നത്തിൻ്റെ കാര്യം. കൂട്ടുകാർ തമ്മിൽ പ്രശ്നം ഉണ്ടാകാൻ കാര്യം ഇതാണ്. അവർ തമ്മിൽ ഇതെല്ലാം മുറിവായിട്ട് അവിടെ കിടക്കും. മറ്റുള്ളവരുടെ താല്പര്യത്തിന് പ്രാധാന്യം കൊടുക്കില്ല. നിങ്ങൾ വേറെ ഒന്നും ചെയ്തു കൊടുക്കണ്ട, അറ്റ്ലീസ്റ്റ് ഒന്ന് ചെവി കൊടുത്ത് കേൾക്കുക. ഭാര്യ 2 വാക്ക് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ മതി എനിക്ക് മനസ്സിലായി, നിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം, എന്നോടൊന്നും പറയണ്ട. ഭർത്താവ് പറയുമ്പോൾ നിങ്ങളെക്കുറിച്ച് എനിക്കറിയാം, ഇതൊന്നും എന്നോട് പറയേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് കട്ട് ചെയ്ത് കളയും. മറ്റുള്ളവരുടെ താല്പര്യം എന്താണെന്ന് ഒന്ന് അറിയുക. അത് ഫിലിപ്പിയർ 2 വചനം പറയുകയാണ്. ഫിലിപ്പിയർ 2:4 തിരുവചനം പറയുക, നിങ്ങൾ കുറേ പ്രശ്നങ്ങളൊക്കെ തീരും. ഒന്ന് ഇരുന്ന് അവർ സംസാരിക്കുമ്പോൾ ഒന്ന് ചെവി കൊടുക്കുക, അത്രേ ഉള്ളൂ. ഒന്നും മിണ്ടാതിരിക്കുക. അവരെന്ത് തന്നെ പറഞ്ഞോട്ടെ. അത് ഈശോ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാ പറയുക. അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ വിട്ടിച്ച് കട്ട് ചെയ്ത് കളയും. ഈ കട്ട് ചെയ്യണ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ തമ്മിൽ പ്രശ്നം ഉണ്ടാകാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് മുറിവ് കിടക്കുക ഹൃദയത്തിൽ. പണ്ടത്തെ മുറിവ് കിടപ്പുണ്ട് സംസാരിച്ചൊക്കെ. ഇത് ആ മുറിവ് മാറ്റണം. മുറിവ് കിടക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് ധ്യാനിച്ച് എൻ്റെ ഭർത്താവ് ഇത് എന്നോട് പറഞ്ഞു, അന്ന് ഇത്രാം തീയതി എന്നോട് ഇങ്ങനെ പറഞ്ഞ്, കല്യാണത്തിൻ്റെ അന്നത്തെ ആദ്യ രാത്രി എന്നോട്, അതിൻ്റെ അടുത്ത ദിവസം എന്നോട് പറഞ്ഞ്, ഡേറ്റ് വരെ ഓർത്ത് വയ്ക്കും. ഭർത്താവും ഇതുപോലെ എൻ്റെ ഭാര്യ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു. മുറിവ് വയ്ക്കും. അത് കാര്യം തന്നാൽ ആ മുറിവ് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനാണ് ഉടമ്പടിയിലെ 1/2 മണിക്കൂർ വചനം വായിക്കണം. ആ മുറിവ് മാറ്റണമെങ്കിൽ വചനം കയറണം, വചനത്തോർത്ത് വെക്കണം, ഈശോനെ തുലനം ചെയ്ത് നോക്കണം. എൻ്റെ ഈ പ്രശ്നത്തിൽ എൻ്റെ സ്ഥാനത്ത് ഈശോ ആണെങ്കിൽ എൻ്റെ ഭർത്താവിനോട് എങ്ങനെ പ്രതികരിക്കുമായിരുന്നു, എൻ്റെ ഭാര്യയോട് എങ്ങനെ പ്രതികരിക്കുമായിരുന്നെന്ന് ആ വചനം എടുത്ത് അത് ഓർത്ത് വയ്ക്കുമ്പോൾ അത് മാഞ്ഞു പോകും. മുറിവ് മാഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്നേഹിക്കാൻ സാധിക്കും. നമുക്ക് പലപ്പോഴും തോന്നും ഭാര്യയെ സ്നേഹിക്കണം, ഭർത്താവിനെ സ്നേഹിക്കണമെന്ന്. പക്ഷെ അവർ തമ്മിൽ കണ്ടു കഴിയുമ്പോൾ വഴക്കാകും. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, മുറിവ് കിടപ്പുണ്ട്, നേരത്തെയുള്ള മുറിവ് കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് വചനം കൊണ്ട് തന്നെ മാറ്റിയെടുക്കണം. മറ്റുള്ളവരുടെ താല്പര്യത്തിന് സ്ഥാനം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, നീ ഞങ്ങളോട് സംസാരിച്ചതെന്ന് നന്ദിയമ്മ. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ നിൻ്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ് അമ്മ മാതാവേ. അതുപോലെ ഇപ്പോൾ കിട്ടിയ വചനം, നീ ഞങ്ങൾക്ക് തന്ന വചനത്തിന് നന്ദി. ഞങ്ങളെ ഹൃദയത്തിലുള്ള എല്ലാ മുറിവുകളെയും നീ സൗഖ്യപ്പെടുത്തി തരണം ഈ സമയത്ത്. അതുപോലെ മറ്റുള്ളവരുടെ താല്പര്യത്തിന് പ്രാധാന്യം കൊടുക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ. ഞങ്ങളെ തന്നെ നിഷേധിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നെ. മറ്റുള്ളവരെ ഞങ്ങളെക്കാളും മെച്ചമായിട്ട് കാണാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നതൊക്കെല്ലാം താമസിക്കുമ്പോഴും അത് അംഗീകരിക്കാനും അത് ഏറ്റെടുക്കാനും ആ ബോധ്യം തരാനും, അതെൻ്റെ നന്മ നീ കണ്ടിട്ടുണ്ട്, ഈശോ അതിൽ നന്മ കണ്ടിട്ടുണ്ടെന്ന് ബോധ്യപ്പെടാനുള്ള കൃപ ഞങ്ങൾക്ക് തരട്ടെ.
എല്ലാവരും പ്രാർത്ഥിക്കുക. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളായിരുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ പറഞ്ഞ സമയത്ത് തമ്പുരാനോട് വിശ്വമുണ്ട്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രൈസ് ദി ലോർഡ്.